ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ തിയറി എക്സാമിന് ചോദ്യങ്ങളായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ, സെറ്റാണല്ലോ? നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കടന്നൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് നെറ്റ്വർക്കിംഗ് എന്നത് അറിയണമല്ലോ. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന വിധത്തിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കിതാ ഇവിടെ അത് നോക്കാം. ദ പ്രോസസ് ഓഫ് കണക്ടിങ് കമ്പ്യൂട്ടേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഈസ് കോൾഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. മലയാളത്തിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകുന്നത്. UTP കേബിൾ. അതായത് വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻസ് കൈമാറാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് കേബിൾ വേണമല്ലോ. ആ കേബിളാണ് UTP കേബിൾ എന്ന് പറയുന്നത്. UTP കേബിൾ ആർ കോമൺലി യൂസ്ഡ് ടു ഇന്റർകണക്ട് കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് UTP കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് UTP കേബിളിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണം. കാരണം ഈ ഒരു ചിത്രം തന്നിട്ട് ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UTP കേബിളാണ്. UTP കേബിൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി UTP കേബിളുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ UTPയുടെ പൂർണ്ണ രൂപം എന്ത് എന്നുള്ളത്, അതിൻ്റെ ഫുൾ ഫോം എന്ത് എന്നുള്ളത്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നതാണ് UTPയുടെ പൂർണ്ണ രൂപം. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി പൂർണ്ണരൂപം ചോദിച്ചാൽ തെറ്റിക്കൂലാലോ. ഇതാ ഇവിടെ നിങ്ങൾക്ക് UTP കേബിൾ കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് UTP കേബിളിൽ എത്ര വയറുകളുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കോ. 1 2 3 4 5 6 7 8. UTP കേബിളിൽ 8 വയറുകളാണുള്ളത്. ഓക്കെ, UTP കേബിളിൽ 8 വയറുകളാണുള്ളത്. എന്നാൽ ഈ വയറ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പെയറായിട്ടാണുള്ളത്. എത്ര? 4 പെയറായിട്ട്, രണ്ടെണ്ണം അങ്ങനെ ചേർന്നിട്ട് 4 പെയറുകളായിട്ടാണ് ഈ കേബിൾ ഉള്ളത്. അതായത് 8 വയേഴ്സ് ഉണ്ട്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ 4 പെയേഴ്സ്. പെയേഴ്സ് എന്ന് വെച്ചാൽ ജോഡികൾ. ഓക്കെ, അതേപോലെ അതിലുള്ള ഈ നിറങ്ങൾ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. ഓറഞ്ച് വൈറ്റ്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ബ്രൗൺ വൈറ്റ്. ഓക്കെ, ടോട്ടൽ 8 വയറുകളുണ്ട്. 4 പെയേഴ്സ് ആയിട്ടായിരിക്കും അതുണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്കിതാ ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ UTP കേബിള് കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിൽ നമ്മുടെ UTP കേബിളിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണക്ടർ വേണ്ടേ? ഓക്കെ, കമ്പ്യൂട്ടറുമായിട്ട് ഘടിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു കണക്ടർ വേണ്ടേ? ആ കണക്ടറിനെയാണ് RJ45 കണക്ടർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. RJ45 കണക്ടർ, രജിസ്റ്റേർഡ് ജാക്ക് 45 എന്നതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം കാണാം. ഈ കണക്ടർ എന്തിനാണ്? UTP കേബിളിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കണക്ടറാണ് RJ45 കണക്ടർ. ഈ RJ45 കണക്ടറിനെ നമുക്ക് ഈ ഒരു UTP കേബിളിൻ്റെ അറ്റത്ത് എൻഡിൽ ഘടിപ്പിക്കണമല്ലോ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. RJ45 കണക്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ നെറ്റ്വർക്ക് കേബിൾസ് യൂസിങ് എ ടൂൾ കോൾഡ് ക്രിമ്പിംഗ് ടൂൾ. ചിത്രം ഇവിടെയുണ്ട്. അപ്പോൾ ആ ചിത്രം ഒന്ന് നോക്കി വെക്കുക. ക്രിമ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. ഇനി RJ45നെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതേപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള വേറെ ഒന്നും കൂടി ഉണ്ട്. ഒരു കണക്ടർ കൂടി ഉണ്ട്. അതാണ് RJ11. RJ45ഉം RJ11ഉം മാറിപ്പോവരുത്. RJ11 കണക്ടർ ഉപയോഗിക്കുന്നത് മോഡവുമായിട്ട് ടെലിഫോൺ ശൃംഖലയെ കണക്ട് ചെയ്യുന്ന കേബിളിൻ്റെ അറ്റത്ത് ഉപയോഗിക്കുന്ന ആ ഒരു കണക്ടറിനെയാണ് RJ11 കണക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ RJ45ഉം RJ11ഉം മാറിപ്പോകാൻ പാടില്ല. RJ45 എന്തിനാ? UTP കേബിളിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കണക്ടറാണ് RJ45. എന്നാൽ RJ11ഓ അവിടെ ആ ടെലിഫോൺ എന്നുള്ള വേർഡ് ആലോചിക്കുക. ടെലിഫോൺ മോഡവും ടെലിഫോൺ ശൃംഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളിൻ്റെ അറ്റത്ത്
അറ്റത്ത് ഉപയോഗിക്കുന്ന കണക്ടറാണ് RJ11 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. എന്താണ് പ്രോട്ടോകോൾസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാവല്ലോ, ഈ ഉപകരണങ്ങളുടെ നെയിമിങ്ങിലും അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൊക്കെ തന്നെ ചില പൊതു നിയമങ്ങൾ പാലിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള നിയമങ്ങളെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നോക്കാം. ദ എക്യുപ്മെന്റ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് നീഡ് ടു ഫോളോ സർട്ടൻ നോംസ് വിത്ത് റിഗാർഡ് ടു നെയിമിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. സച്ച് നോംസ് ആർ കോൾഡ് പ്രോട്ടോകോൾസ്. സച്ച് നോംസ് ആർ കോൾഡ് പ്രോട്ടോകോൾസ്. മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ അവയുടെ നാമകരണത്തിലും വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിലും ചില പൊതു നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെയാണ് പ്രോട്ടോകോളുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടോകോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൽ TCP/IP, SSH, SMB, POP ഇതൊക്കെ തന്നെ പ്രോട്ടോകോളുകളാണ്. ഇതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങളെ TCP/IP, SSH, SMB, POP ഇതൊക്കെ തന്നെ പ്രോട്ടോകോളുകളാണ്. ഇത് മാത്രമല്ല വേറെയും ഉണ്ട്. ഇതിൽ ഈ 4 നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചിരിക്കണം. TCP/IP, SSH, SMB, POP തുടങ്ങിയവ പ്രോട്ടോകോളുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് IP അഡ്രസ്. എന്താണ് IP അഡ്രസ്? IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് ചില നമ്പറുകൾ കൊടുക്കും. അതിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് വീടുകളുണ്ട്, ആ വീടുകൾക്കൊക്കെ ഓരോ വീടിനെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് വരാത്ത ചില നമ്പറുകൾ നമ്മൾ ഓരോ വീട്ടിനും കൊടുക്കുമല്ലോ. അതേപോലെ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊക്കെ തന്നെ ഓരോ അഡ്രസ് കൊടുക്കും, ഓരോ നമ്പർ കൊടുക്കും. ആ നമ്പറിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് നൽകുന്നത് TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. TCP/IP ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സുകൾ നൽകുന്നത്. ഓക്കെ, ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. IP അഡ്രസ് ഈസ് ഗിവൺ ടു എ കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ TCP/IP പ്രോട്ടോകോൾ. ഓക്കെ, TCP/IP എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നത്. IPv4ഉം IPv6ഉമാണ് നിലവിലുള്ള പ്രോട്ടോകോൾ. IPv4 ആൻഡ് IPv6 ഇത് എപ്പോഴും ചോദിച്ച് കാണാതുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ഈ IPv4നെ കുറിച്ചിട്ടും IPv6നെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, IPv4 പ്രകാരം കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുമ്പോൾ അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 32 ബിറ്റാണ്. ഓക്കെ, IPv4 പ്രകാരമുള്ള IP അഡ്രസ്സുകളുടെ വലിപ്പം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 32 ബിറ്റാണ്. എന്നാൽ IPv6 പ്രകാരമുള്ള IP അഡ്രസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 128 ബിറ്റാണ്. 32 ബിറ്റ് IPv4ൻ്റെതാണ്, 128 ബിറ്റ് 128 ബിറ്റ് എന്ന് പറയുന്നത് IPv6ൻ്റെതാണ്. ഇത് മാറിപ്പോവരുത്, ഇത് ചോദിച്ച് കാണാറുണ്ട്. ചിലപ്പോൾ IPv4ൻ്റെ ചോദിക്കാം, ചിലപ്പം IPv6ൻ്റെ ചോദിക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ, ഇനി തെറ്റിക്കൂലോ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് IPv4 പ്രകാരമുള്ള ഒരു IP അഡ്രസ് ആണ്. IPv4 പ്രകാരമുള്ള ഒരു IP അഡ്രസ്സിന് 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക, 4 പാർട്ട്. 1 2 3 4. ഓക്കെ, 4 പാർട്ടാണ് ഉണ്ടാവുക. അതിനെ ഡോട്ട് ഇട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ഭാഗത്തും ഓരോ പാർട്ടിലും 0നും 255നും ഇടയിലുള്ള സംഖ്യകളാണ് ഉണ്ടാവുക. 0യും വരാം, 255ഉം വരാം, അതിനിടയിലുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വരാം. ശ്രദ്ധിക്കുക, ഓരോ പാർട്ടിലും 4 പാർട്ട് ഉണ്ടാവും, അതിൽ ഓരോ പാർട്ടിലും 0യും വരാം, 255 വരാം, അതിനിടയിലുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വരാം. ഈ IPv4 അഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഒരു IPv4 പ്രകാരമുള്ള ഒരു IP അഡ്രസ്സാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളുടെ IP അഡ്രസ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ 3 ഭാഗങ്ങൾ സെയിം ആയിരിക്കും. ഓക്കെ, വ്യത്യാസം ഉണ്ടാവില്ല. അത് പൊതുവായ ഭാഗമാണ്. ആ പൊതുവായ ഭാഗം നെറ്റ്വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ആ ഒരു ഭാഗം ഉണ്ടാവല്ലോ, അത് സൂചിപ്പിക്കുന്നത് ഹോസ്റ്റിനെയാണ്, അഥവാ കമ്പ്യൂട്ടറിനെയാണ്. ഇത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി DHCP. എന്താണ് DHCP? The technology that gives an IP address automatically is known as Dynamic Host Configuration Protocol. അതായത് ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് DHCP എന്ന് പറയുന്നത്. പൂർണ്ണരൂപം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ പൂർണ്ണരൂപം പഠിക്കണം. DHCP എന്ന് പറയുന്നത് ദ ടെക്നോളജി ദാറ്റ് ഗിവ്സ് ആൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി ഈസ് നോൺ ആസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, DHCP. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് IP അഡ്രസ് ആസ് പെർ IPv4? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ IPv4 പ്രകാരമുള്ള ശരിയായ IP അഡ്രസ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോ ഇത്രയും സമയവും കൃത്യമായിട്ട് കണ്ട കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, IPv4 പ്രകാരമുള്ള IP അഡ്രസ് ആണെങ്കിൽ അതിന് 4 പാർട്ട് ഉണ്ടാവും. അത് ഡോട്ട് ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഓരോ പാർട്ടിനും 0നും 255നും ഇടയിലുള്ള സംഖ്യകളായിരിക്കും വരുന്നത്. അതിൽ 0 വരാം, 255 വരാം, അതിനിടയിലുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വരാം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നോക്കി. ഓപ്ഷൻ എയിൽ ഇതാ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, അവസാനത്തെ ഭാഗത്ത് 291 ആണുള്ളത്. 0 വരാം, 255 വരാം, അതിനിടയിലുള്ളത് വരാം. പക്ഷേ 291 വരാൻ പറ്റുമോ? ഇല്ല, 255നേക്കാൾ മുകളിലാണ്. അപ്പോൾ അത് തെറ്റാണ്. എന്നാൽ ഓപ്ഷൻ ബി നോക്കിയേ, അത് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ശരിയായുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതിൽ ഓരോ പാർട്ടും നിങ്ങൾ നോക്കുക. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ കണ്ടോ, ഈ മൂന്നാമത്തെ പാർട്ടിൽ 275 വന്നു. അത് പറ്റില്ല, 255 വരെ പാടുള്ളൂ. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കോ, അതിൽ ഇതാ രണ്ടാമത്തെ പാർട്ടിൽ 861, അതും പറ്റൂല, 255 വരെ വരാൻ പറ്റും. അപ്പോൾ ഇതിൽ ശരിയായുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ചിത്രത്തിൽ കാണുന്ന ഉപകരണം ഏതാണ്? ഇത്രയേ ഉള്ളൂ, ഹബ്ബാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രം തന്നിട്ട് ചോദിക്കാറുണ്ട്. ഹബ്ബാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിൽ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു സെൻഡ് ഇൻഫർമേഷൻ ഫ്രം എനി വൺ കമ്പ്യൂട്ടർ ഇൻ ദ നെറ്റ്വർക്ക് ടു ദ അതർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഈ ഹബിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹബ് ആൻഡ് സ്വിച്ച്. അതായത് ഹബ് ആയാലും സ്വിച്ച് ആയാലും അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹബ് ആൻഡ് സ്വിച്ചസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിന്റെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹബ്ബും സ്വിച്ചും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഹബ്ബും സ്വിച്ചും ഒരേപോലെയല്ല വർക്ക് ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒരു ഹബ്ബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹബ്ബിലേക്ക് വരുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹബ്ബ് ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾക്കും അതിന്റെ കോപ്പി അയച്ചു കൊടുക്കും. ഹബ്ബിലേക്ക് ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷന്റെ കോപ്പി ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും അങ്ങ് സെൻഡ് ചെയ്യും, അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോൾ എന്താവും? അവിടെ തിരക്ക് കൂടും അല്ലേ? എന്നാൽ സ്വിച്ച് ചെയ്യുന്നത് എന്താണെന്നറിയോ? സ്വിച്ചിലേക്ക് ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് കമ്പ്യൂട്ടറിനാണോ അയക്കേണ്ടത് അതിന് മാത്രം അയച്ചു കൊടുക്കും. ഓക്കെ, ഇതാണ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം. സ്വിച്ച് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു തിരക്ക് നമുക്ക് കുറക്കാൻ പറ്റും. അവിടെ ആ ഒരു തിരക്ക് കുറവായിരിക്കും. ഇനി നമ്മൾ പഠിക്കേണ്ടത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് LAN is a system that interconnect computers inside a room or a building. ഒരു റൂമിലെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലെയോ കമ്പ്യൂട്ടറുകളെ ഇന്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് LAN എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ യുവർ സ്കൂൾ. ഓക്കെ, അതായത് നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് LANനൊരു ഉദാഹരണമാണ്. അതൊരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ ഉള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് LAN എന്ന് പറയുന്നത്. LAN പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് WAN, WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് റെയിൽവേസ്, ബാങ്കുകളുടെ ഒക്കെ തന്നെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രാജ്യം മൊത്തമായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അതൊരു വൈഡ് നെറ്റ്വർക്ക് ആയിരിക്കും. അത്തരത്തിലുള്ള വൈഡ് നെറ്റ്വർക്ക്, വൈഡായിട്ടുള്ള വിശാലമായിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. WAN എന്ന് പറയും, അതിന്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അവസാനമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത് വയർലെസ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. അതായത് വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളുകളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറുകളെയും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെയൊക്കെ തന്നെ ബന്ധിപ്പിക്കാൻ പറ്റും. അത്തരത്തിലുള്ള സംവിധാനത്തെയാണ് നമ്മൾ വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം. അപ്പോൾ അത്തരത്തിൽ കേബിളിന്റെ ഹെൽപ്പ് ഇല്ലാതെ, കേബിൾ ഇല്ലാതെയാണ് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് RF തരംഗങ്ങളാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ RF വേവ്സ്, റേഡിയോ ഫ്രീക്വൻസി വേവ്സ്. RF എന്നതിൻ്റെ പൂർണ്ണരൂപം റേഡിയോ ഫ്രീക്വൻസി എന്നതാണ്. റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ് ഇത്തരത്തിലുള്ള വയർലെസ് നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്നത്. കേബിളിന് പകരമാണ് ഈ RF വേവ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. അതുകൊണ്ട് ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ. മറ്റൊരു IT വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.